കൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ജനുവരി മാസത്തെ ഫലമാണ് പറയുന്നത്. ജനുവരി മാസത്തിൽ മേടക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. മേടക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിൽ വ്യാഴവും, നാലാം ഭാവത്തിൽ ചൊവ്വയും, ആറാം ഭാവത്തിൽ കേതുവും, 8-ൽ ബുധനും, 9-ൽ സൂര്യനും, 10-ൽ ചന്ദ്രനും, 11-ൽ ശുക്രനും ശനിയും, അതുപോലെ 12-ൽ രാഹുവുമാണ് നിൽക്കുന്നത്. ചാരവശാൽ നോക്കുന്ന സമയത്ത് വ്യാഴം, ശനി എന്നിവ നല്ല ഗുണകരമായിട്ടുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത്. എങ്കിലും ചാരവശാൽ നോക്കുമ്പോൾ 9-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ അത്ര സുഖകരമല്ല എന്ന് പറയാം. അത് കാരണം ഈ മാസത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ കുറച്ചൊരു സാമ്പത്തികപരമായിട്ടുള്ളതല്ല, അതായത് ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതകൾ ഉണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള നോട്ടീസ് വർക്കുകളും കടലാസ് വർക്കുകളും അതുപോലെ തന്നെ വല്ല ലോൺ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അപേക്ഷകൾ, അതിൽ തടസ്സങ്ങളെല്ലാം ഉദ്ദിഷ്ട സമയത്ത് നടക്കാതെയുള്ള കാര്യങ്ങളും മറ്റെല്ലാം വന്നു ചേരുന്ന ഒരു സാധ്യത കൂടുതലായിട്ടുണ്ട്. അതേസമയത്ത് മാസത്തിൻ്റെ ഏകദേശം ജനുവരി 20-ാം തീയതിക്ക് ശേഷമെല്ലാം അതെല്ലാം മാറി വരുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ പുരോഗമനം നല്ലപോലെ തന്നെ കാണുന്നുണ്ട്. തൊഴിൽ സംബന്ധമായിട്ടുള്ള ബന്ധങ്ങളും ബിസിനസ് സംബന്ധമായിട്ടുള്ള ബന്ധങ്ങളും ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം പരിഹരിക്കാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണുള്ളത്. വ്യവസായികൾക്കും അതുപോലെ തന്നെ വ്യാപാരികൾക്കും അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായിട്ട് ചെയ്യുന്നവർക്കും അതുപോലെ തൊഴിൽ സംബന്ധമായിട്ട് സ്വന്തം തൊഴിൽ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ പല വ്യഞ്ജന കടകൾ വെച്ചിരിക്കുന്നവർക്കും അതുപോലെ തന്നെ വസ്ത്ര മേഖലകളിലും സ്വർണ്ണ മേഖലകളിലും വൻ കുതിപ്പുണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. സ്റ്റീൽ സംബന്ധമായിട്ടും ഇരുമ്പ് സംബന്ധമായിട്ടുമുള്ള വർക്കുകൾ ചെയ്യുന്നത്, സ്റ്റീൽ സംബന്ധമായിട്ട് ഇരുമ്പ് സംബന്ധമായിട്ടും എന്ന് പറയുന്ന സമയത്ത് എന്തായിട്ട് ഓർമ്മ പറഞ്ഞാൽ അതിൽ കംപ്ലീറ്റും മോട്ടോർ സംബന്ധമായിട്ടുള്ള വർക്കുകളാണ് സ്റ്റീലിനും ഇരുമ്പിനും കൂടുതലായിട്ട് വരുന്നത്. അത് കംപ്ലീറ്റ് മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വർക്കുകളാണെന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഹൈടെക് സംബന്ധമായിട്ടുള്ള മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ളതും മെക്കാനിക്കലിൽ എന്തെല്ലാം മെഷീനുകൾ ഇനി ഹൈടെക് സംബന്ധമായിട്ട് ഇറക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്താഗതി ഗവേഷണത്തിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം ഈ മാസത്തിൻ്റെ അവസാനത്തിൽ കുറച്ച് ഗുണകരമായിട്ടുള്ള മേന്മകൾ വരുവാനുള്ള സാധ്യതകളുണ്ട്. IT മേഖല ഗുണകരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കമ്പ്യൂട്ടർ ശൃംഖല വൻ കുതിപ്പിനുള്ള ഒരു സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. ഭൂമി സംബന്ധമായിട്ട് ഇടപാട് ചെയ്യുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയും ഭവന നിർമ്മാണ പുരോഗതിയും ഭവനത്തിന് ആക്കം കുറിക്കുകയും അതുപോലെ തന്നെ തുടക്കം കുറിക്കുകയും ചെയ്യുന്ന ഒരു സാധ്യത ഉണ്ടാവും. ഭൂമി കൂടുതൽ വാങ്ങിച്ച് തീർത്തുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്വയം വരുമാനം കണ്ടെത്തുവാനുള്ള പല മാർഗങ്ങളും സ്വീകരിക്കും. വിദേശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം വന്നിട്ട് കുറച്ച് കാലതാമസം, അതായത് ഒരു മാസമെങ്കിലും ഏകദേശം എടുക്കും ആ കാര്യങ്ങൾ സംബന്ധിച്ച് നേരെയാവാൻ. പക്ഷെ നേരെ കഴിഞ്ഞാൽ വൻ ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഉണ്ട് താനും. തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഹൈടെക് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അലോപ്പതി, ഹോമിയോപ്പതി എന്നുവേണ്ട ആയുർവേദം എന്നീ സംബന്ധമായിട്ടുള്ള മെഡിക്കൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലും കെമിക്കൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലും പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഗുണമേന്മ വരുവാനുള്ള സാധ്യതകളും ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നതെല്ലാം പ്രശസ്തിയും പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിന് ബഹുമതിയും സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം പുരസ്കാരങ്ങളും കിട്ടുവാനുള്ള സാധ്യതകൾ ഈ മാസത്തിൻ്റെ 20-ാം തീയതിക്ക് ശേഷം സംഭവിക്കുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സമയം ഞാൻ പറഞ്ഞ ഈ മാസം അവസാന ഘട്ടത്തിലായിരിക്കും ഉണ്ടാവുന്നത്. അതുവരെ കുറച്ച് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് ഗവൺമെൻറ് സ്ഥലത്തിലുണ്ട്. സെക്രട്ടേറിയറ്റ് മുതൽ പഞ്ചായത്ത് വരയ്ക്കും അല്ലെങ്കിൽ വില്ലേജ് വരയ്ക്കും എന്ന് തന്നെ പറയും. അങ്ങനെയുള്ള സാധ്യതകൾ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. എന്നിരുന്നാലും മേടൻ രാശിക്കാർക്ക് ഈ മാസം വളരെ ഗുണകരമായിട്ട് തന്നെ അത് കാണുന്നത്. ഇടവൻ രാശിക്കാർക്കാണെങ്കിൽ രാശിപ്രകാരം തന്നെ നോക്കുന്ന സമയത്ത് ജന്മത്തിൽ വ്യാഴവും, 3-ൽ ചൊവ്വയും, 5-ൽ കേതുവും, 7-ൽ ബുധനും, 8-ൽ സൂര്യനും, 9-ൽ ചന്ദ്രനും, 10-ൽ ശുക്രനും ശനിയും, 11-ൽ രാഹുവുമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മോശപ്പെട്ട ഒരു സമയം തരത്തിലൂടെയാണ് ഈ ഇടവക്കൂറുകാർ കടന്നുകൊണ്ടിരിക്കുന്നത്. വൻ തകർച്ചയുണ്ടാവും. ബിസിനസ് മേഖല വളരെ വീക്കായിരിക്കും. ആരോഗ്യപരമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കും. തൊഴിൽ സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുവാനുള്ള സാധ്യത, തൊഴിൽ നിർത്തിപ്പോകാനുള്ള ഒരാലോചനകളുണ്ടാവും. ബിസിനസ് തകർച്ചകൾ വരും. പുതിയ ബിസിനസ് പറ്റി ചിന്തിക്കുക വേണ്ട. വിദേശ സംബന്ധമായിട്ടുള്ള ജോലി മറ്റുള്ള കാര്യങ്ങളിലെല്ലാം തടസ്സങ്ങളുണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള
അകൽച്ചകളുണ്ടാകും, വഴക്കുകളുണ്ടാകും, സന്താനങ്ങളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിട്ട് വരുവാനുള്ള സാധ്യതകളുണ്ട്. മെക്കാനിക്കൽ സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം വൻകിട നഷ്ടങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഗവേഷണം നടത്തുന്നവർക്ക് പരാജയങ്ങളും എല്ലാം ഉണ്ടാകും. നാവികസേന, വ്യോമസേന, കരസേന എന്നീ പ്രവർത്തന മേഖലകളിൽ പഠിക്കുന്നവർക്ക് അപകട സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതിനാലുകൊണ്ട് സൈനിക പരിഹാരം കണ്ടകസേന ഇപ്പോൾ 10ാം ഭാവത്തിൽ കണ്ടകസേന നടന്നുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് സംബന്ധമായിട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ദോഷകരമായിട്ടാണ് കാണുന്നത്. പേപ്പർ വർക്കുകളും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും എല്ലാം തടസ്സപ്പെട്ടു പോകാനുള്ള സാധ്യതയും രാഷ്ട്രീയക്കാർക്ക് പ്രതിസന്ധി വരുവാനുള്ള സാധ്യതകളും അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വൻകിട നഷ്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം വരുവാനുള്ള സാധ്യതയും ഇടവൻ രാശിക്കാർക്ക്, അതായത് കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണിയും മകീരത്തിൻ്റെ പകുതിയും കൂടി ചേർന്ന ഇടവക്കൂറുകാർക്ക് ഇങ്ങനെയുള്ള ദോഷങ്ങൾ വന്നു ചേരുവാനുള്ള കണ്ട് ജന്മവ്യാഴനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടക വ്യാഴനും കണ്ടക ശനിയും കൂടിയിട്ടാണ് നിൽക്കുന്നത്. അത് കാരണം തന്നെ വളരെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതായിട്ടുണ്ട്. ഫൈനാൻസ് സംബന്ധമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ കടബാധയിൽപ്പെട്ട് വട്ടം ചെയ്യുന്നവർക്ക് ഒരു നിവൃത്തിയില്ല എന്നുള്ള ലെവലുകളിൽ വന്ന് ഇരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ കോടതി വ്യവഹാര കേസുകളിലെല്ലാം നഷ്ടപരിഹാരങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. വാഹന സംബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം കച്ചവടം ഭയങ്കര ബിസിനസ് വളരെ തകർച്ചയിൽ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ അഥവാ ബിസിനസ് നടന്നു കഴിഞ്ഞാലും ആ കൊടുത്ത വണ്ടികൾക്കെല്ലാം എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വരുവാനുള്ള സാധ്യതകളുണ്ട്. മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കും കൊടുത്ത വാഹനം തിരിച്ചു വന്ന് അത് ശരിയില്ല ഇത് ശരിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് വഴക്കിനും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം ഇടവരുത്തുവാനുള്ള കാര്യങ്ങളെല്ലാം വരുവാൻ സാധ്യതയുണ്ട്. അത് കാരണം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ശാസ്താവിന് പരിഹാരം ചെയ്യുക, മഹാവിഷ്ണുവിന് പരിഹാരം ചെയ്യുക. എന്താ പരിഹാരം ചെയ്യണമെന്നുള്ളതിൻ്റെ എല്ലാ മാസങ്ങളും ഞാൻ പറഞ്ഞു തരാറുണ്ട്. ആ പരിഹാരങ്ങളെല്ലാം ചെയ്തു വരുന്ന പക്ഷം ദോഷങ്ങൾ കുറഞ്ഞു വരുന്നതാണ്. നമസ്കാരം.